മിശിഹായിൽ പ്രിയമുള്ള ശാലോം ടി വി പ്രേക്ഷകരെ, ഇന്നേ ദിവസം ഒരു മരുമകൾ കുടുംബത്തിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടുകാർ അവളെ എങ്ങനെ സ്വീകരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു വാക്ക് പറയാമെന്നാണ് അച്ഛൻ കരുതുന്നത്. മറ്റൊരു ഭവനത്തിലേക്ക് വരുന്ന ജീവിത പരിചയം വളരെ കുറവുള്ള പെൺകുട്ടിയെ സ്നേഹം കൊടുത്ത് ധൈര്യപ്പെടുത്തുവാനും അവളെ അംഗീകരിക്കുവാനും സുരക്ഷിതത്വ ബോധം നൽകുവാനും ഭർത്താവിനോടൊപ്പം അവൻ്റെ വീട്ടുകാരും ശ്രദ്ധിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അവളെ അംഗീകരിക്കുക, അവളെ സ്നേഹിച്ച് കയ്യിലെടുക്കണം എന്ന് ഞാൻ പറയും. ആ വീട്ടിലേക്കൊരു സ്വന്തം വീടായിട്ട് തോന്നത്തക്ക രീതിയിൽ, എൻ്റെ ഭാഷ പറഞ്ഞാൽ അല്പം എക്സ്ട്രാ ലവ് കൊടുത്ത് അവളെ നേടിയെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 15:12 പറയുന്ന പോലെ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ ആ വലിയ സ്നേഹം ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. ആ വലിയ സ്നേഹം കൊടുത്ത് അവളെ സ്വീകരിക്കണം, ആ വീടിൽ സ്വന്തമാക്കണം എന്നതാണ് എനിക്കതേപ്പറ്റി പറയാനുള്ളത്. അവളെ ഹൃദയംഗമമായിട്ട് അംഗീകരിക്കണം, അതുപോലെ അവളുടെ വ്യക്തിത്വത്തെ മാനിക്കണം. ലൂക്ക 6:27 പറയുന്ന പോലെ, തിന്മയെ നന്മ കൊണ്ട് ജയിക്കണം. ചില കുറവുകളെ കാണുമായിരിക്കും, കുറ്റങ്ങൾ കാണുമായിരിക്കും, അവയൊക്കെ നമ്മുടെ നന്മ കൊണ്ട് നേടിയെടുക്കുവാനും ആ വീട്ടിലെ ഒരംഗമായി കണ്ട് അല്പം കൂടെ സ്നേഹം കൊടുത്ത് അവളെ സ്വന്തമാക്കാൻ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നന്മ പറയാനുള്ള ഒരു പരിശീലനം തന്നെ നമുക്ക് ആവശ്യമാണ്. പൊതുവേ നമ്മളെപ്പറ്റി പറയുന്ന ആരും നെഗറ്റീവായിട്ട് എടുക്കരുത്. മലയാളികളെപ്പറ്റി പറയുന്ന ഒരു കാര്യം, എന്തേലും കുറ്റമുണ്ടെങ്കിൽ അവൻ കണ്ടുപിടിക്കും എന്നാണ്. അത് ഞാൻ പറഞ്ഞതിന് കാര്യം ഇതാണ്. നമുക്ക് കിട്ടിയ പരിശീലനമൊക്കെ ആവാം, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. അതിനേക്കാൾ ഉപരിയായിട്ട് നന്മ കണ്ടുപിടിക്കുവാൻ സാധിക്കുക. ഞാൻ ഓർക്കുകയാണ്, നാഗ്പൂർ ഒരു ഫാക്ടറി സന്ദർശിക്കുമ്പോൾ അവിടുത്തെ ഓണർ എന്നോട് പറഞ്ഞു, ഒരു മലയാളിയെ ഞാനിവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. എന്നുവെച്ചാൽ മലയാളികൾ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമൊന്നുമില്ല, അവനുണ്ട് എന്തെങ്കിലും കുറ്റമുണ്ടെങ്കിൽ കണ്ടുപിടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഒരു 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 പ്രത്യേകതയായിട്ടതാണ് പരിഗണിക്കുന്നത്. എന്നാൽ നമ്മൾ എല്ലാത്തിനും വിദേശത്തോട്ട് നോക്കേണ്ടതില്ല. എങ്കിലും വിദേശികൾ പലപ്പോഴും എന്തെല്ലാം കുറവുകളുണ്ടെങ്കിൽ അവിടെ ഒരു നന്മയുണ്ടെങ്കിൽ അത് എടുത്തു പറയുവാൻ ശ്രദ്ധിക്കും എന്നുള്ളത് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. ഭക്ഷണമൊക്കെ നമ്മൾ കൊടുത്തു, അവരുടെ രുചിക്കനുസരിച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ടാവില്ല. എന്നാലും അവന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. വെരി ഗുഡ്, വെരി നൈസ് എന്ന വാക്കല്ലാതെ ഒന്നും അവരിൽ നിന്ന് കടന്നു വരികയില്ല. ഞാൻ പലപ്പോഴും അങ്ങനെ ഓർക്കാറുണ്ട്. പല അവസരങ്ങളിലും അവരുടെ ആ ഒരു പോസിറ്റീവ് അപ്രോച്ച് അത് നമുക്കും ഉണ്ടാകുന്നെങ്കിൽ എത്രയോ നല്ലതാണ്. മറ്റുള്ളവരുടെ നന്മ കാണാനും ഒന്ന് എടുത്തു പറയാനും ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുവാനും പലപ്പോഴും നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് എന്ന് പറഞ്ഞാൽ അത് അവളങ്ങനെ ചെയ്യേണ്ടതല്ലേ, അതിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം പറയണ്ട. ഇങ്ങനെയൊക്കെയുള്ളൊരു മനോഭാവം പുലർത്തുന്ന രീതി ഒരിക്കലും ശരിയല്ല. അതുകൊണ്ട് ആ നന്മ പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്ത് അവൾക്ക് സ്നേഹം കൊടുത്ത് അവളെ സ്വന്തമാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടേതാണ് മേഴ്സി? അച്ഛാ, രാമങ്കരിയിൽ നിന്നും ബിന്ദു എന്ന വീട്ടമ്മയുടെ കത്താണ്. ബിന്ദു. ബഹുമാനപ്പെട്ട അച്ഛാ, ഞങ്ങൾക്ക് 3 മക്കളാണുള്ളത്. ഏറ്റവും ഇളയ മകൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അച്ഛാ, അത്ഭുതം തോന്നിയേക്കാം, ഈ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ കത്തെഴുതുവാൻ കാരണം. അവൾ മാതാപിതാക്കളായ ഞങ്ങളെ ഒട്ടും അനുസരിക്കുകയില്ല, പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല, എന്തെങ്കിലും ഗൗരവമായി പറഞ്ഞാൽ പിണങ്ങി മാറിപ്പോകും. ഇപ്പോൾ പഠിക്കുവാനും താല്പര്യമില്ല. ഭർത്താവ് ചെറുതായി മദ്യപിക്കും. അപ്പനോട് എന്നതിനേക്കാൾ എന്നോടാണ് കൂടുതൽ അവൾക്ക് പിണക്കം. അച്ഛൻ ഇന്നാൾ TV-യിൽ പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. ഇവൾക്ക് അച്ഛൻ പറഞ്ഞതുപോലെ ടാറ്റു സ്റ്റിക്കേഴ്സിനോട് ഭയങ്കര ആസക്തിയാണ്. അവളത് ശരീരത്തും വീട്ടിൽ പലയിടത്തും ഒട്ടിച്ചു വയ്ക്കാറുണ്ട്. അച്ഛാ, എൻ്റെ കുഞ്ഞിനെ ഇതിൽ നിന്നും രക്ഷിക്കണം. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഉചിതമായി മറുപടി തരുമല്ലോ. ഇന്ന് നമുക്ക് ഒരു കൊച്ചുകുട്ടിയുടെ പ്രശ്നമാണ് വന്നിരിക്കുന്നത്.
അവളുടെ പെരുമാറ്റം മോശമാണ്, കത്തിൽ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ബിന്ദുവിൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു, വിഷമിക്കരുത്. ഞാൻ പറയുന്നത് പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഭർത്താവിൻ്റെ മദ്യപാനം അല്പം നിസ്സാരമായിട്ട് ബിന്ദു കാണുന്ന പോലെ എനിക്ക് തോന്നി. അത് വേണ്ട. ഭർത്താവിൻ്റെ പലപ്പോഴും മദ്യപിക്കും എന്ന് പറയുന്നതും തെറ്റ് തന്നെയാണ്. തെറ്റ് പലപ്പോഴും ചെയ്താലും തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് അത് മാറ്റാനായിട്ട് സ്നേഹപൂർവ്വം പരിശ്രമിക്കണം. വഴക്കുണ്ടാക്കണം എന്നുള്ള അർത്ഥത്തിലല്ല കേട്ടോ, സ്നേഹപൂർവ്വം പരിശ്രമിക്കണമെന്ന് തന്നെയാണ് എനിക്ക് അതേപ്പറ്റി ബിന്ദുവിനോട് പറയാനുള്ളത്. ഇനി ടാറ്റു സ്റ്റിക്കേഴ്സിനെ പറ്റി പറയണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതൊരു വലിയ അപകടമാണ്. ഇപ്പോൾ മിഠായികളോടൊപ്പം നഗ്നചിത്രങ്ങൾ, സ്പൈഡർമാൻ പോലുള്ള കാർട്ടൂൺ കഥാപാത്രങ്ങൾ, പൈശാചിക രൂപങ്ങളൊക്കെ ഇവിടെയൊക്കെ സ്റ്റിക്കേഴ്സ് കിട്ടും, നമ്മൾ മേടിക്കാൻ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. കുട്ടികൾക്കിടയിൽ ഇതൊരു വലിയ പ്രചാരമാണ്, അവർക്കത് മതി. ഈ കൊച്ചുകുട്ടിക്കും അതിനോട് വലിയ ഇഷ്ടമാണെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഈ സ്റ്റിക്കറുകൾ പൊളിച്ച് ശരീരഭാഗത്ത് ചമർത്തിയാൽ ഈ സ്റ്റിക്കറിലെ പടം ശരീരത്തും തെളിഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിള്ളേർ കടയിൽ ചെന്നാൽ ഇതുള്ളതും മേടിച്ചാൽ മതി എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നതും ശ്രദ്ധേയമായിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ടാറ്റു എന്ന വാക്കിൻ്റെ മൂലാർത്ഥം മുദ്ര കുത്തുക, അല്ലെ നമ്മുടെ ഭാഷയിൽ പച്ച കുത്തുക എന്നൊക്കെയാണ്. ഇത് മനസ്സിലാക്കാതെയാണ് അത് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. ആരെയും വിഷമിപ്പിക്കാനായിട്ട് പറയല്ല, ചിലപ്പോൾ സിനിമാ നടിമാരും നടന്മാരും ഒക്കെ ഇത് കുത്തിക്കൊണ്ട് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതിന്ന് ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇത് തികച്ചും തെറ്റാണെന്ന് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. ലേവ്യർ 19:28 പറയുന്നുണ്ട്, ദേഹത്ത് പച്ച കുത്തരുത്, ഞാനാണ് കർത്താവ്. പച്ച കുത്തുക എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഈ ചില പ്രത്യേകമായിട്ടുള്ള സമൂഹത്തിലേക്ക് ചേരുമ്പോൾ അതിൻ്റെ അടയാളമായിട്ട് കുത്തുകയോ ആ സമൂഹത്തിന് സ്വന്തമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇതിനുള്ളത്. അത് വാസ്തവത്തിൽ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ തമ്പുരാന് സ്വന്തമാണ്. അതുകൊണ്ടാണ് നമ്മളെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അങ്ങനെ ദൈവമല്ലാത്തവരുടെ പ്രതീകങ്ങളും ചിത്രങ്ങളും കൊണ്ട് ആദരിക്കുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവത്തെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ പറയും. ഇനി പച്ച കുത്തുന്ന ആരോഗ്യത്തിനും വളരെ ഹാനികരമാണ് വാസ്തവത്തിൽ. അതുകൊണ്ട് ഈ മഷി ശരീരത്തിന് ഹാനികരമാണ്. ഇത് അലർജി, അതുപോലെ തന്നെ മുഴകളൊക്കെ ഉണ്ടാക്കും, ക്യാൻസർ പോലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു ചെറിയ അഡിക്ഷൻ ആസ്പെക്റ്റ് കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിലൂടെ അവർ ചെറിയ മയക്കുമരുന്നിനോട് ഒക്കെ അഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് അപകടം പിടിച്ചതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഈവിൾ വർഷിപ്പിൻ്റെ ഭാഗമായും പറയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ബിന്ദുവിനോട് എനിക്ക് പറയാനുള്ളത്, ആ സ്റ്റിക്കേഴ്സ് ഇനി പ്രോത്സാഹിപ്പിക്കരുത് എന്നാണ്. ബിന്ദു പറഞ്ഞുകൊണ്ടല്ല, എങ്കിലും ചെയ്തു പോയി. ഉള്ളവ പറിച്ച് തീയിലിട്ട് കത്തിച്ച് കളയണമെന്ന് ഞാൻ പറയും. ഞാൻ പറയുമ്പോൾ ഇച്ചിരി കഠിനമായി പറയുന്നതെന്ന് തോന്നരുത്. കാരണം മറ്റൊരു കുട്ടിയെ ഞാൻ കൈകാര്യം ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതെല്ലാം എടുത്തു കളഞ്ഞു കുട്ടിയെ രക്ഷിച്ചെടുക്കാൻ സാധിച്ചു. ആ ഒരു അനുഭവം എൻ്റെ മനസ്സിൽ നിൽപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, അതെടുത്ത് മാറ്റിക്കളയുക. അതുപോലെ തന്നെ കുട്ടിയെ ഒരു വൈദികൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഒരു പ്രാർത്ഥന, ആശീർവാദം, പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആശീർവാദം മേടിക്കണം. അങ്ങനെ ചെയ്തെല്ലാ കാര്യങ്ങളും ശരിയാകും എന്നാണ് എനിക്ക് പ്രതീക്ഷയുള്ളത്. തീർച്ചയായിട്ടും പ്രാർത്ഥന നേരുകയാണ്. ബിന്ദു അസ്വസ്ഥപ്പെടാതെ കൈകാര്യം ചെയ്യണമെന്നാണ് എനിക്കിതേപ്പറ്റി പറയാനുള്ളത്. ഇതേപ്പറ്റി എന്താണ് എബ്രഹാമിന് പറയാനുള്ളത്? എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ തോന്നുന്നു. ഒന്ന്, ഈ കുഞ്ഞ് മൊത്തം നോക്കിയാൽ അത് അസ്വസ്ഥമാണ്. കുട്ടി മൊത്തത്തിൽ ദേഷ്യമുണ്ട്, ഇറിറ്റേഷനാണ്, എല്ലാം. അത് അതിൻ്റെ ജനനാവസരം എങ്ങനെയായിരുന്നുള്ളത് നമുക്കറിയത്തില്ല. അത് മാതാപിതാക്കൾക്ക് കുറച്ചൊക്കെ ചിലപ്പോൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്മളിന്ന് പറയുമല്ലോ, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ജന്മം എടുക്കുന്ന ആ നിമിഷം, അവരുടെ ആ ബന്ധത്തിൻ്റെ നിമിഷം പോലും അവരുടെ മനോഭാവം കുഞ്ഞിനെ സ്വാധീനിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ മൂന്നാമത്തെ കുഞ്ഞാണ്. ആഗ്രഹിച്ചിരുന്ന കുഞ്ഞാണോ ആഗ്രഹിക്കാത്തുണ്ടായതാണോ, ഇതൊക്കെ ഇതിനകത്തൊരു ഘടകം. അത് നമുക്കറിയില്ല, അതൊന്നും കാത്തിരില്ല. പക്ഷേ അവരത് മനസ്സിലാക്കി ഈ കുഞ്ഞ് ഉറങ്ങുമ്പോൾ ആ കുഞ്ഞിൻ്റെ ശിരസയിൽ, അല്ലാത്തൊരു സമയത്ത് പ്രാർത്ഥിക്കാൻ വന്ന കുഞ്ഞ് സഹകരിക്കുന്നില്ല, പ്രാർത്ഥനയോടൊക്കെ എതിർപ്പെന്നല്ലേ കാണിച്ചു. ഈ ഉറക്കത്തിൽ ആ കുഞ്ഞ് ശാന്തമായിട്ട് ഉറങ്ങുമ്പോൾ ഈ അപ്പനും അമ്മയും ദിവസവും
ഈ കുഞ്ഞിൻ്റെ ശിരസെ കൈവച്ചുകൊണ്ട് അന്ന് അവരിൽ നിന്ന് വന്ന കുറവുകൾ ഈ കുഞ്ഞിനെ ഇന്ന് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അവർ പ്രാർത്ഥിക്കാൻ പറയുക. ഒന്ന്, അത് തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് അതിൻ്റെ ഫലമുണ്ട്. രണ്ടാമത് എനിക്ക് തോന്നുന്നു, നമ്മൾ പറയുമല്ലോ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ വൈകാരികമായ എന്തെങ്കിലും അസ്വസ്ഥതകളും പ്രശ്നങ്ങളും മുൻപ്രദേശങ്ങൾ വരുമ്പോൾ ഹോമിയോ മരുന്ന് ഞാനങ്ങനെ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കാര്യം അവർക്ക് ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിനത് സഹായമാവുമെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. ഇവരുടെ പ്രാർത്ഥനയിൽ അത് പ്രാർത്ഥന ശരിയാവും. ഇല്ല എങ്കിൽ അവർ ആ ഒരു വശം കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നുണ്ട്. പിന്നെ അച്ഛൻ വേറൊരു കാര്യം സൂചിപ്പിച്ച് കഴിഞ്ഞു, ഞാനത് ശ്രദ്ധിച്ചിരുന്നു, ഭർത്താവിൻ്റെ മദ്യപാനം ചെറുതായിട്ട്. അപ്പോൾ അത് കാരണം പുള്ളിക്കാരിക്ക് അത് ആ ചെറുതായിട്ടുള്ളതിനോട് താല്പര്യമാണെന്ന് തോന്നുന്നു. ഞാൻ പറയുന്നത് ഒരു ചെറുതായിട്ടാണേലും ഈശോയുടെ രക്തം വീഴുന്ന നാവിലൊരു മദ്യം ഒരു കുടുംബത്തിൽ വീണാൽ അതിൻ്റെ അസ്വസ്ഥതകൾ തീർച്ചയായിട്ടും അവിടെ ഉണ്ടാവും. കാര്യം ഞാൻ എൻ്റെ യേശുവിനെ സ്വീകരിച്ചുകൊണ്ട് വിശ്രുവാനെന്ന് വീട്ടിലോട്ട് വരുമ്പോൾ ആ ഈശോയുടെ സാന്നിധ്യമാണല്ലോ കുടുംബത്തിൽ വരുന്നത്. അതിൻ്റെ തൊട്ട് പുറകെയാണല്ലോ ആ നാവിലേക്ക് മദ്യത്തെ സ്ഥാനം കൊടുക്കുന്നത്. അപ്പോൾ ആ തിന്മയുടെ സ്വാധീനം ഉണ്ടാവും. ഇതെല്ലാം ആ കുടുംബത്തിലൊരു വിഷയമായിട്ട് എനിക്ക് തോന്നുന്നു. എബ്രഹാമിൻ്റെ ചിന്തയിൽ പ്രധാനമായിട്ടും ഒരു ഇന്നർ ഹീലിങ്ങിൻ്റെ പ്രോബ്ലം കൂടി ഇവിടെ ഉണ്ട് എന്നാണ് എബ്രഹാം പറയുന്നത്. ജനനമായി അവരുടെ ജന്മം കൊടുത്ത നിമിഷങ്ങൾ, മാതാപിതാക്കളുടെ അവസ്ഥ അതൊന്ന് വിലയിരുത്തണം. എന്നിട്ട് അവർ തന്നെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കാര്യങ്ങൾക്ക് ഒത്തിരി മാറ്റമുണ്ടാകും. അതുപോലെ അവരുടെ കുടുംബം കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാനും ഇടയാവണം എന്നുള്ളതാണ് എബ്രഹാം പറയുക. മേഴ്സി എന്താ ഇതേപ്പറ്റി പറയുന്നത്? കുടുംബത്തിൽ ഒരു കുഞ്ഞിൻ്റെ പ്രശ്നം വളരെ ഗൗരവമായിട്ട് മാതാപിതാക്കൾ വിഷമിക്കുന്നു. പ്രത്യേകിച്ച് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിയാണ്. അതിനെ ഓർത്ത് ഇത്രയധികം വേദനിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുറകോട്ടാണ് ചിന്തിക്കാൻ പറ്റുന്നത്. കാരണം കുഞ്ഞ് കുടുംബത്തിലാണ് വളരുന്നത്. കുടുംബത്തിൽ നിന്ന് വെളിയിലേക്ക് പോകുമ്പോൾ കുഞ്ഞിന് കിട്ടുന്നതെല്ലാം കുഞ്ഞ് കുടുംബത്തിലേക്ക് കൊണ്ടുവരും. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് പലതരത്തിലുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ഈ കുഞ്ഞും അത് തന്നെ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ടാറ്റു സ്റ്റിക്കേഴ്സൊക്കെ സ്കൂളിൽ ഇന്ന് വളരെ കുട്ടികളുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊരു കാര്യം എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് മനസ്സിലാകുന്നത് മാതാപിതാക്കൾ കുറേ കൂടി ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറേ കൂടി വെളിച്ചത്തിലേക്ക് വരാനുണ്ട്. കാരണം അപ്പൻ മദ്യപിക്കുന്നുണ്ട്, പിന്നെ അമ്മയ്ക്ക് അത് പ്രശ്നമില്ലെങ്കിൽ പോലും അത് പ്രശ്നം തന്നെയാണ് കുടുംബത്തിലെ. പിന്നെ മറ്റൊന്ന്, മാതാപിതാക്കൾ ആദ്യം മക്കൾക്ക് മാതൃകരായിത്തീരുക. കുഞ്ഞുങ്ങൾ വഴിതെറ്റുന്നെങ്കിൽ അതിലാദ്യം ചിന്തിക്കേണ്ടത് തലപ്പത്തു നിന്നാണ്, മാതാപിതാക്കളിൽ നിന്നാണ്. കാരണം അവർ നല്ലവരാണെങ്കിൽ, അവർ ശരിയായ മാതൃകയിലാണ് ജീവിക്കുന്നെങ്കിൽ, ശരിയായ പ്രകാശത്തിലാണെങ്കിൽ മക്കൾ ആ പ്രകാശത്തിലൂടെ പോകും. എത്ര വഴിതെറ്റാൻ ശ്രമിക്കുന്ന മക്കളും തിരികെ വരും. അത് ഒരു നല്ലൊരു ശതമാനം അങ്ങനെ വരാം, അങ്ങനെ വരാതിരിക്കാനും സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഈ ബിന്ദുവും അവളുടെ ഭർത്താവും നന്നായിട്ടൊന്ന് ആധ്യാത്മികരായി തീരുക, ദൈവത്തിലോട്ട് വരിക. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഈ ഒരു കുഞ്ഞിനെ ഇവരെ നന്നാക്കാൻ, ഇവർക്കൊരു വിശുദ്ധിയും ഒരു കൃപയിലും ഒക്കെ ആയിത്തീരാനായിട്ടുള്ള ഒരു വലിയ ഉപകരണമാക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേഴ്സിയുടെ ചിന്തയിൽ ഇവരെ ഒരു ഉപകരണമായിട്ട്, ഈ കുഞ്ഞിനെ ഒരു ഉപകരണമാക്കി മാറ്റുകയാണ് ഇവരുടെ വിശുദ്ധീകരണത്തിനായിട്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതെ. അതുപോലെ തന്നെ എബ്രഹാം സൂചിപ്പിച്ചതുപോലെ അതിനെ സൗഖ്യത്തിലൂടെ പ്രാർത്ഥിക്കുക, അതോടൊപ്പം ഇങ്ങനെയുള്ള തിന്മകളിൽ മാറ്റി അവരെ വിശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥന നേരുകയാണ്, ബിന്ദു അസ്വസ്ഥപ്പെടാതെ പരിഹാരമുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടി കുഞ്ഞിനെയും കുടുംബത്തെ മൊത്തമായും രക്ഷിച്ചെടുക്കുവാനായിട്ട് ശ്രമിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനയും നേരുകയാണ്. അടുത്ത കത്തിലേക്ക് പോയാലോ? അച്ഛാ, ഈ കത്ത് കൊല്ലത്തു നിന്നും ഷൈനിയാണ് എഴുതുന്നത്. ബഹുമാനപ്പെട്ട അച്ഛ, ഞാനൊരു വിധവയാണ്. എനിക്കൊരു മകനുണ്ട്. അവൻ ജോലി ചെയ്യുന്നത് ഗൾഫിലാണ്. വളരെ പ്രതീക്ഷയോടെ അവൻ്റെ വിവാഹം 2 വർഷം മുൻപ് നടത്തി. അവൻ ജോലിക്ക് ഗൾഫിലേക്ക് പോയാലുടനെ മരുമകൾ അവളുടെ വീട്ടിലേക്ക് പോകും. മകൻ അവളോട് വീട്ടിൽ നിൽക്കാൻ പറഞ്ഞാലും അവൾ കേൾക്കയില്ല. ഞാനിവിടെ ഒറ്റയ്ക്കാണച്ചാ താമസിക്കുന്നത്. ആരും എനിക്ക് കൂട്ടില്ല. 1 വർഷം മുൻപ് മകൻ ഇമെയിലിൽ മെസ്സേജ് അയച്ചപ്പോൾ അവൾ തിരിച്ച് നോട്ട് ഇൻട്രസ്റ്റഡ് എന്നെഴുതി വെച്ചു. ഇപ്പോൾ അവൻ വിളിക്കുകയോ സന്ദേശം അയക്കുകയോ ചെയ്യുന്നില്ല. ഫേസ്ബുക്കിൽ അവൾ ഒരു മെസ്സേജ് കൊടുത്തിരുന്നു. അതിൽ അവൾ എഴുതിയിരുന്നത്, വിവാഹം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു ബന്ധനമല്ല. അതൊരു പേപ്പർ പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും കീറിക്കളയാവുന്നതാണ്. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യണം?
ദയവായി അച്ഛൻ മറുപടി തരണമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ. തീർച്ചയായിട്ടും ഷൈനിയുടെ വീട്ടമ്മയുടെ വിഷമം മനസ്സിലാക്കുന്നു. വിധവയായ ഷൈനിയെ ഒറ്റയ്ക്കാക്കിയിട്ട് ആ മരുമകൾ വീട്ടിലേക്ക് പോകുന്നത് തികച്ചും തെറ്റാണ്. നമ്മൾ ഒബ്ജക്റ്റീവ്ലി പറയുമ്പോൾ അവൾ ഭർത്താവിൻ്റെ മെസ്സേജിന് നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് എഴുതിയത് തീർച്ചയായിട്ടും ഭർത്താവിനെ വളരെയേറെ വേദനിപ്പിച്ചു കാണും. മെസ്സേജിൽ ഇൻട്രസ്റ്റഡ് അല്ലെന്നോ ഭർത്താവിൽ ഇൻട്രസ്റ്റഡ് എന്നോ ഒക്കെ അതിന് വ്യാഖ്യാനങ്ങൾ കൊടുക്കുവാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ബന്ധം ഒരിക്കലും വിടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ദൈവം തന്ന ബന്ധമാണ്. കാര്യം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ പൂർണ്ണമായും സമ്മതിക്കുന്നു. മകനോട് വിളിക്കാനും ബന്ധം പുലർത്താനും ഷൈനി പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉള്ള ബന്ധം ഇതിൻ്റെ പേരിലങ്ങ് വിടാനായിട്ട് സാധിക്കുകയില്ല, ചെയ്യരുത്. മരുമകളുടെ ഫേസ്ബുക്കിലെ മെസ്സേജ് തീർച്ചയായിട്ടും തികച്ചും തെറ്റാണ്. ഒരിക്കലും അത് സഭയുടെ പഠനമല്ല, ആരും അത് അംഗീകരിക്കത്തില്ല എന്നുള്ള സംശയമില്ല. അവളുടെ മനസ്സിൽ വന്ന ഒരു തെറ്റായ ചിന്ത എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിന് എനിക്ക് പറയാനുള്ളത് മകന് കോണ്ടാക്റ്റ് ചെയ്യണം, ആശയവിനിമയങ്ങൾ നടന്നുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒരുപക്ഷെ ഒരല്പം നിരാശയുടെ ഭാവമൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും വിളിക്കുന്നൊന്നുമില്ല എന്ന് ഷൈനി പറയുകയുണ്ടായി. അത് പാടില്ല. അതിനമ്മച്ചി ഒന്ന് പ്രേരിപ്പിക്കണം അതിന് എന്നെനിക്ക് പറയാനുണ്ട്. പിന്നീട് നാട്ടിൽ അവധിക്ക് വരുമ്പോൾ രണ്ടുപേരും കൂടെ ഒരു മാരേജ് കൗൺസിലിങ്ങിന് പോകുന്നത് വളരെ ആവശ്യമാണ്. അവിടെ അവളുടെ ധാരണ പെശകൾ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മത്തായി 19:6 പറയുന്ന പോലെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യന് വേർപെടുത്താതിരിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയാണ് വിവാഹിതരായവർ ഒന്നിച്ച് തന്നെ ജീവിക്കണമെന്നുള്ളത്. അതിനായിട്ട് ഷൈനി നന്നായിട്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന ഷൈനിയോട് എനിക്ക് പറയാനുണ്ട്. മക്കളുടെ മേൽ തിരുരക്തം തളിച്ച് പ്രാർത്ഥിക്കുക. ബന്ധനമൊക്കെ മാറി അവരൊന്നായി തീരും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. മേഴ്സിക്ക് ഇതേപ്പറ്റി പറയാനുള്ളത്? വിവാഹം എന്ന കുദാശ സ്വീകരിച്ചിട്ട് ഇത്ര ലാഘവത്തോടെ ഒരു പേപ്പറിനെ മാറ്റുന്നത് പോലെ മാറ്റാൻ പറ്റുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത് തന്നെ എത്രയോ വലിയ ഗൗരവമായ തെറ്റാണെന്ന് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ ഈ മകൾക്ക് ഈ ഷൈനിയുടെ മരുമകൾക്ക് കുടുംബത്തിൽ നിന്നൊരു നല്ലൊരു ചൈതന്യമുള്ള ഒരു ജീവിതാവസ്ഥ കിട്ടണമായിരുന്നു. വളർത്തുദോഷം എന്ന് പറയുന്നത് ഒരു പരിധിവരെ ഉണ്ടച്ചാ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മാതാപിതാക്കളിൽ നിന്നാണ് മക്കൾ നല്ലതായിട്ട് വളർന്നു വരേണ്ടതും വിവാഹത്തിന് ഒരുക്കി വിടേണ്ടതും വിവാഹം കഴിഞ്ഞ് ഭർത്താവിനോടുകൂടി ജീവിക്കേണ്ടതും എല്ലാ സഹനത്തിലും ത്യാഗത്തിലും ഒന്നിച്ച് പോകേണ്ടതുമല്ല. പക്ഷേ അത് അവൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അവൾ കുടുംബജീവിതം വെറും ഒരു ഹോസ്റ്റൽ ജീവിതം പോലെയോ ഒരു ബോർഡിംഗ് ജീവിതം പോലെയോ ഒക്കെ കാണുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ മാതാപിതാക്കളുടെ ആ ധാർമ്മിക വളർത്തൽ കുറവുണ്ടെന്ന് തന്നെ ഞാൻ പറയും. അവരിൽ നിന്നൊരു നല്ലത് കിട്ടിയിരുന്നെങ്കിൽ അവൾ ഇതുപോലെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇന്നത്തെ പെൺകുട്ടികൾ കുറേ പഠിപ്പും ജോലിയും സ്വന്തമായിട്ട് വരുമാനമൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഭർത്താവെന്നോ ഭർത്താവിൻ്റെ വീട്ടുകാരെന്നോ ഒന്നുമുള്ള ചിന്തയൊന്നുമില്ല. തോന്നുമ്പോൾ തോന്നുന്നത് ചെയ്യാം, എനിക്ക് സ്വന്തം കാലേ നിൽക്കാം, ഇങ്ങനെയുള്ള അഹങ്കാരവും സ്വാർത്ഥതയും ഒക്കെ ഇന്നത്തെ പെൺകുട്ടികളിൽ പ്രത്യേകിച്ച് ഒരു നല്ല വിഭാഗത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമുള്ള ഒരു സംഗതി തന്നെയാണ്. പക്ഷേ ഈ അമ്മയ്ക്ക് ഈ മകളുടെ കാര്യത്തിൽ ഒന്ന് കൂട്ടുനിൽക്കാനോ സഹായത്തിനോ കിട്ടുന്നില്ലെങ്കിൽ അച്ഛൻ പറഞ്ഞതുപോലെ നല്ലൊരു മാരേജ് കൗൺസിലിങ് അവർക്ക് നല്ലൊരു കൗൺസിലിംഗ് അവർക്ക് ആവശ്യമുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈശോയുടെ തിരുരക്തം കൊണ്ട് അവളെ കഴുകണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവളെ നിറഞ്ഞ് സൽചിന്തകൾ കൊടുക്കുവാൻ, നല്ല ചിന്തകളിൽ അവൾ കുടുംബജീവിതം നയിക്കുവാനും കുടുംബത്തെ സ്നേഹിക്കുവാനും ഭർത്താവിൻ്റെ അമ്മയോടുകൂടി ജീവിക്കാനും ഒക്കെയുള്ള തയ്യാറെടുപ്പിനും അവൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ വചനം പറയുന്ന പോലെ അവരെ ദൈവം യോജിപ്പിച്ചത് പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒരു ശരീരമാണ്. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അപ്പോൾ ആ ദൈവവചനത്തിലുള്ള ആശ്രയത്വം ഈ മകൾക്കില്ല. ദൈവവചനം തന്നെ അവൾ വായിക്കുന്നുണ്ടോ എന്ന സംശയമാണ്. ദൈവത്തിലോട്ട് വരിക എന്നുള്ളതാണ്. ദൈവവചനം വായിക്കുക എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് ദൈവാഭിമുഖ്യത്തിലേക്ക് കടന്നു വരിക. പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വന്നാൽ ഞാൻ ജീവിക്കുന്നത് എൻ്റെ സ്വന്തം ജീവിതം ഇങ്ങനെ കൊണ്ടുപോയാൽ എനിക്കും ഉണ്ട് ഒരു കുറവ് സംഭവിക്കും, അല്ലെങ്കിൽ എനിക്ക് ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള നല്ല ചിന്ത വരണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കണം. അപ്പോൾ അതിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. കൂടാതെ
അവളെ കൂടുതലായിട്ട് വിശുദ്ധീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ നിറയുവാനായിട്ട് നമുക്ക് ഈ അവസരത്തിൽ കൂടുതൽ പ്രാർത്ഥിക്കാം ആ അമ്മയോടൊപ്പം. തീർച്ചയായിട്ടും. അപ്പം പ്രാർത്ഥനയിലൂടെ ഒരു മാറ്റത്തിലേക്ക് കടന്നു വരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും മെഴ്സി ഉദ്ദേശിക്കുക. പിന്നെ മാതാപിതാക്കളുടെ ബ്രിങ്ങിങ് പശു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഇനിയിപ്പോൾ തിരുത്താൻ പറ്റിയാലൊന്ന്. പിന്നെ അവളിത് കേൾക്കുന്നില്ല, ഷൈനി എന്ന വീട്ടമ്മയായി എഴുതിയിരിക്കുന്നത്. ഷൈനിയോട് നമുക്ക് പ്രാർത്ഥനയിലൂടെ ഇതിനായിട്ട് പരിശ്രമിക്കാം, കൗൺസിലിങ്ങിനായിട്ട് അവരെ പ്രേരിപ്പിക്കുവാൻ നമുക്ക് പറയാം, അല്ലേ? ഇനി എബ്രഹാമിന് എന്താ പറയാനുള്ളത്? ഇതിനകത്ത് ഈ ഇദ്ദേഹം പുറത്തല്ലേ, ഗൾഫിലാണ്. അപ്പം ഇവരെ ഒന്നിച്ച് അച്ഛന്മാരുടെ മാരിയ കൗൺസിലിങ് അത്യാവശ്യം. പക്ഷെ അതിനേക്കാൾ അതോടൊപ്പം തന്നെ ഇവരുടെ മേഴ്സി പറഞ്ഞ കാര്യങ്ങൾ ഇവരുടെ മാതാപിതാക്കളുടെ, ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളുടെ ഇന്ന് നമ്മുടെ ഇടയിലുള്ളൊരു പ്രവണത, വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് സ്ഥലത്തില്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിലോട്ട് വിടാതെ സ്വന്തം കൂട്ടത്തിൽ കൊണ്ട് നടക്കുന്ന ഒരു ശൈലി. പലർക്കും പെൺമക്കൾ തൻ്റെ കൂടെ തന്നെ നിൽക്കട്ടെ, അവിടെ ആരും ഇല്ലല്ലോ എന്നുള്ള ചിന്തിക്കുന്ന അതൊരു മാറ്റം ഉണ്ടാവണം. ഇതിനൊരു കാര്യമുള്ളത്, ഇവരുടെ വികാരിച്ചന്, ഈ പെൺകുട്ടിയുടെ വികാരിച്ചനുമായി നമ്മുടെ ഒന്നുകിൽ ഈ ഷൈനിയുടെ വികാരിച്ചനും ബന്ധപ്പെടുകയോ എങ്ങനെയെങ്കിലും ചെയ്ത് ഇവർ ഒന്നിച്ച്, ഈ കുടുംബങ്ങൾ തന്നെ ഒന്നിച്ച് ഇരിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്ന് ഈ തിരുത്ത്, ഇനി അവിടെ വരുമ്പോൾ നീ ഇവിടെയല്ല നിൽക്കേണ്ടത്, അവിടേക്ക് പോയി നിൽക്കുക. നമ്മളൊരു വിധവയായ, പ്രത്യേകിച്ച് ഒരു വിധവയായ സ്ത്രീയാണ്, അവരെ സഹായിക്കേണ്ട, കൂടെ ആയിരിക്കേണ്ട കടമ ഇവർക്കുണ്ട്, തീർച്ചയായിട്ടും അവർക്കുണ്ട്. അതാ അവളെ അമ്മയായിട്ട് സ്വീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവർ വരാൻ ഇടയാവണം. അപ്പോൾ എനിക്കൊന്ന് വികാരിച്ചനുമായിട്ട് ബന്ധപ്പെടുത്തി അവരൊരു കൗൺസിലിങ്ങിലേക്കോ, അല്ലെങ്കിൽ കുടുംബങ്ങൾ, രണ്ട് കുടുംബങ്ങൾ തന്നെ ഒന്നിച്ച് ഒരു കൗൺസിലിങ്ങിൽ കാര്യങ്ങളിലേക്ക് വരുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. അപ്പം ഷൈനി അദ്ദേഹത്തിൻ്റെ വികാരിച്ചനെ കാണട്ടെ, കണ്ട വിവരങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് വികാരിച്ചൻ വഴി മറ്റേ വികാരിച്ചനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കുടുംബങ്ങളും ഒന്നിച്ചിരുന്ന് ഇതേക്കുറിച്ച് സംസാരിക്കാനും വേണ്ട ബോധ്യമെടുക്കുവാനും ഒരു ഇൻട്രസ്റ്റ് എടുക്കണമെന്നുള്ളതാണ്. വികാരിച്ചനോട് നമുക്ക് താല്പര്യം ഒന്നുകിൽ വികാരിച്ചത് ചെയ്യാം, അല്ലെങ്കിൽ വികാരിച്ചന്മാർ തമ്മിൽ ധാരണയിൽ ഒരു കൗൺസിലിങ്ങിലേക്ക് അവരെ നയിക്കുവാനും. ചിലപ്പോൾ ചില വികാരിച്ചന്മാർക്ക് പേഴ്സണലായിട്ട് ബുദ്ധിമുട്ട് വന്നേക്കാം, ജോലി തിരക്കൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ അവർക്ക് ഒരുപക്ഷെ രണ്ടുപേരും കൂടെ പ്രേരിപ്പിച്ച് മറ്റൊരു കൗൺസിലിങ്ങിനായിട്ട് അയക്കുവാനും കഴിയട്ടെ എന്നാണ് എബ്രഹാം പറയുന്നത്. അപ്പോൾ അത് കൊള്ളാം, അങ്ങനെ നമുക്ക് പറയാം. പക്ഷേ ഷൈനിയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും പ്രാർത്ഥനാപൂർവ്വം പരിശ്രമിക്കുക, വികാരിച്ചന്മാർ വഴി ബന്ധപ്പെട്ട് ഒരു കൗൺസിലിങ്ങിലേക്ക് നയിക്കുക, കാര്യങ്ങൾ മെച്ചമാകും എന്നുള്ളതാണ്. ഷൈനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഷൈനി വിശ്വാസത്തോടെ തന്നെ സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ പൊതുവായിട്ട് എല്ലാ പെൺകുട്ടികളോടും പറയാനുള്ളത്, നമ്മൾ വിവാഹം കഴിഞ്ഞാൽ ഭർതൃഗൃഹമാണ് എൻ്റെ വീടെന്നുള്ളൊരു ബോധ്യം നമ്മൾ രൂപപ്പെടുത്തുവാനും ഇടയാവണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താം. അവരെ നമുക്ക് ഈശോയുടെ മുമ്പാകെ പ്രാർത്ഥനയിൽ സമർപ്പിക്കാം. പരമകാരുണ്യവാനും സ്നേഹം തന്നെയുമായ പൊന്നുതമ്പുരാനെ, കുടുംബജീവിതത്തെ സ്ഥാപിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങ് ഞങ്ങളുടെ രണ്ട് കുടുംബത്തെയും അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. കർത്താവേ, ആ കൊച്ചുകുട്ടിയുടെ ജീവിതം താറുമാറാകാതെ ആന്തരിക സൗഖ്യത്താൽ നിറഞ്ഞ് നന്മയുടെ വഴിയിലൂടെ ജീവിക്കുവാൻ ആ കുഞ്ഞിന് അനുഗ്രഹം കൊടുക്കണമേ. രണ്ടാമതായി ഞങ്ങൾ കണ്ട ഷൈനിയുടെ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള കൃപ നൽകി ആ മകളെ അങ്ങ് നല്ല വഴിയിലേക്ക് തിരിക്കുകയും ആ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് അവരുടെ ഭാര്യാഭർത്തൃ ജീവിതം ഏറെ സന്തോഷപ്രദമാക്കി തീർക്കുവാൻ, ആ കുടുംബത്തോടൊത്തുചേരുവാൻ അവർക്ക് കഴിയുകയും ചെയ്യട്ടെ. അതിനായിട്ട് അങ്ങയുടെ കരങ്ങളിലേക്ക് അവരെ സമർപ്പിക്കുന്നു. അങ്ങ് ഏറ്റെടുക്കണമേ, വഴി നടത്തണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com